അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും പങ്കെടുത്തു. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, അനുപം ഖേർ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട 7000-ഓളം അതിഥികളാണ് ചടങ്ങിന് സാക്ഷിയായത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ നീതി വ്യവസ്ഥ രാമന് നീതി നൽകി. രാമക്ഷേത്ര നിർമ്മാണം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീതി നടപ്പാക്കിയതിൽ സുപ്രീം കോടതിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. अलौकिक है, ये पल पवित्रतम है। ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है। 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है। 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है। വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, അങ്ങനെ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ 7000-ലധികം അതിഥികൾ തന്നെ എത്തിയിരുന്നു. ഈ പൊതുജനങ്ങൾക്കായി ഇപ്പോൾ ക്ഷേത്രം തുറന്ന് നൽകുന്നുണ്ട്. എന്നാൽ നാളെ മുതൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അത് ഏത് തരത്തിലായിരിക്കും? മറ്റു വിവരങ്ങൾ? പ്രവിത, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവിത ചോദിച്ചതുപോലെ ഈ ദർശനം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട്, അത് സ്ത്രീകളും കുട്ടികളും അടക്കം വന്ന് തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മടക്കം സമയബന്ധിതമായിട്ട് ഉറപ്പാക്കുക എന്നൊരു ബാധ്യത കൂടി ഈ ക്ഷേത്ര ട്രസ്റ്റിന് വന്നു ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് 23 മുതൽ തന്നെ ഈ ദർശനം യാഥാർത്ഥ്യമാക്കും എന്ന് പ്രസ്താവിച്ച ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 1 ലക്ഷത്തോളം പേർക്ക് പ്രതിദിനം സന്ദർശനം നൽകാൻ ആദ്യഘട്ടത്തിൽ തന്നെ സാധിക്കും എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ തുടങ്ങി ഏതാണ്ട് ഒരു ആഴ്ചക്കുള്ളിൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ ഈ ക്ഷേത്രത്തിലെ 3 ആരതി ആയിരിക്കും ഉണ്ടാവുക. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ ഈ ക്ഷേത്രത്തിലെ 3 ആരതി ആയിരിക്കും ഉണ്ടാവുക. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് വലിയ ജനക്കൂട്ടം എത്തിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാകും കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ആരതിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഇനി ഈ തിരക്കുകൾ നിയന്ത്രിക്കപ്പെടുന്നതുവരെ, തിരക്കിന്റെ ഒരു പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാകുന്നതുവരെ ഏറ്റവും നിയന്ത്രിതമായിട്ടുള്ള അളവിൽ പാസുകൾ മൂലം ഈ ആരതി ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതികൾ ഉണ്ടാക്കാതിരിക്കാനായി വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആരതി നടത്തുക എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സാഹചര്യത്തെ നേരിടാൻ സാധിക്കൂ എന്ന് ട്രസ്റ്റ് കരുതുന്നു. പ്രതിദിന പൂജകൾ അത് ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കലശമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ തന്നെ യഥാവിധി തുടരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ പൂജകളാണോ ഈ താൽക്കാലിക രാംലല്ലയിൽ നടത്തിയിരുന്നത് ആ പൂജകൾ എല്ലാം പുതിയ രാംലല്ലയിലും ഉണ്ടാകും. മാത്രമല്ല പുതിയ രാംലല്ലയിലെ ആരാധനാ വിഗ്രഹത്തിന് പുറമെ ഉത്സവ വിഗ്രഹമായിട്ടുള്ള പഴയ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല, ആ രാംലല്ല എല്ലാ ദിവസവും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് അത് ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് ഒരു സമയം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിലും നമുക്ക് നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ തീരുമാനം പ്രതീക്ഷിക്കാം. ഏതായാലും വലിയ ഗംഭീരമാകുന്ന രീതിയിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് ട്രസ്റ്റ് ഇപ്പോൾ പറയുന്നത്. ഈ വിധത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചതിന് അഥവാ പ്രൗഢഗംഭീരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചതിന് ട്രസ്റ്റിനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന ആരതി അടക്കമുള്ള കാര്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ സരയൂ തീരത്ത് പങ്കെടുക്കും. ആ വിധത്തിൽ ആണ് ഈ ജനസഞ്ചയം ഇപ്പോൾ ഈ സരയൂ തീരത്തടക്കം
അടക്കം എത്തിയിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഭൂരിപക്ഷം പേരും മടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ക്ഷേത്ര ദർശനം സാധ്യമാക്കിയിരുന്നു. നാളത്തെ ക്രമീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതാണ്ട് രണ്ടിലധികം പതിറ്റാണ്ടുകളായിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ താൽക്കാലിക ക്ഷേത്രത്തിൽ നിർവഹിച്ചു വന്നിരുന്നത് കേന്ദ്രസേനയാണ്, അഥവാ CRPF ആണ്. CRPF നാളെ മുതൽ പിൻവാങ്ങാനായിട്ടുള്ള നടപടികൾ തുടങ്ങുകയാണ്. പകരം പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ വിഭാഗമായിരിക്കും ഈ ക്ഷേത്ര സംരക്ഷണ ചുമതലകൾ നിർവഹിക്കുക. അവർ നാളെ അവരുടെ ചുമതലകൾ നിർവഹിച്ചു തുടങ്ങും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൂടി CRPFന്റെ മോണിറ്ററിംഗിലായിരിക്കും അവർ കാര്യങ്ങൾ നിർവഹിക്കുക. ക്ഷേത്രത്തിന്റെ എല്ലായിടങ്ങളിലും ഇതിനകം തന്നെ അത്യാധുനികമായിട്ടുള്ള CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. മേഖലകളെ നിരീക്ഷിക്കാനായിട്ട് സ്ഥിരം ഡ്രോൺ സംവിധാനം ഉണ്ട്. അങ്ങനെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഉറപ്പാക്കിക്കൊണ്ടുള്ള ദർശനമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. വരുന്ന ആളുകളുടെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. ആ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ക്ഷേത്രത്തിനകത്തോട്ട് മൊബൈൽ ഫോൺ അടക്കമുള്ള കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനി അവസാന സമയത്ത് ഏതെങ്കിലും വിധത്തിലൊരു മാറ്റം ഉണ്ടായാലേ ഉള്ളൂ, അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് ഈ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഉണ്ടാകുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ താന്ത്രിക ആചാര പ്രകാരമുള്ള പ്രതിഷ്ഠാ ചടങ്ങുകൾ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അവ അവസാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര്യന്മാർ അവരും ഇന്ന് അവരുടെ ചുമതലകൾ അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. രാത്രി ആരതി ക്ഷേത്രത്തിൽ പതിവ് പോലെ 7:30-ക്ക് നടക്കും. അത് താൽക്കാലിക ക്ഷേത്രത്തിലും അങ്ങനെയാണ് നടന്ന് വന്നിരുന്നത്. ഈ അന്നദാനം ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തി വന്നിരുന്നു. അത് തുടരും. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അത് നൽകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് നടക്കുകയും ചെയ്യും. രാത്രിയിൽ വലിയ രീതിയിൽ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് ഇവിടേക്ക് അയോധ്യയിലേക്ക് എത്തിയിരുന്നു. അതിന്റെ വിതരണം നഗരത്തിന്റെ പല ഇടങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാവർക്കും അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ ക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് തിരക്ക് കൂട്ടി ആരും എത്തരുത് എന്ന അഭിപ്രായത്തിലാണ് ട്രസ്റ്റ് ഇപ്പോഴുള്ളത്. നിയന്ത്രിതമായിട്ട് എല്ലാവർക്കും സുഖകരമായിട്ട് ദർശനം അനുവദിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രസ്റ്റ് പറയുകയും ചെയ്യുന്നു. പ്രവിത. ശരി, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ഇനി പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത്. R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.